നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? എന്റെ പേര് ജിംസി. ചേച്ചി, ഇപ്പോ ഈ മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് മാറേണ്ടി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്? ഇന്നലെ ഭൂസംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള റിലേ നിരാഹാര സമരം 114 ദിനമായിരുന്നു. 26 തീയതി ഒരു വിധി വന്നു, മുനമ്പൻ ജനതയ്ക്ക് കരമടയ്ക്കാമെന്നുള്ളത്. ഈ കരമടയ്ക്കാമെന്നുള്ള പ്രസ്താവന കേട്ടതോടുകൂടി ഭൂസംരക്ഷണ സമിതി ഒരു തീരുമാനമെടുത്തു എന്ന് ഞങ്ങൾ ന്യൂസിലൂടെയാണ് അറിയുന്നത്. സമരം നിർത്താൻ പോകുന്ന കാര്യം അവർ കോർ കമ്മിറ്റി കൂടി തീരുമാനിച്ചു എന്നാണ് ഞങ്ങൾ ന്യൂസ് വഴി അറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു തീയായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞത് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിലായിരിക്കുമെന്ന്. പെട്ടെന്നൊരു ദിവസം കോടതി വിധി വന്നു, കരമടയ്ക്കാമെന്ന്. കരമടയ്ക്കലല്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കുക എന്നുള്ളതായിരുന്നു. ഭൂസംരക്ഷണ സമിതിയിൽ കോർ കമ്മിറ്റി കൂടി എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ തീരുമാനം എടുത്തതിന്റെ വെളിച്ചത്തിൽ തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ സമരത്തിനിരിക്കുകയും ഇതിന് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ മന്ത്രിയാണെന്ന്, രാജീവ് മന്ത്രിയാണെന്ന് കേട്ടിരുന്നു ഞങ്ങൾ. ഇത് എന്താണെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അന്ന് നിരാഹാരത്തിലായിരുന്നത്. ആ നിരാഹാര സമരത്തിൽ ആ നാരങ്ങാനീര്, അദ്ദേഹം തരുന്ന നാരങ്ങനീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തൊണ്ടയിൽ കെട്ടും ആ നാരങ്ങനീര്. കാരണം ഈ അടുത്ത ഈ സമരം നടക്കുന്നത് ദേവാലയ മുറ്റത്തായത് കൊണ്ട് തന്നെ സർക്കാരിന് വരുവാനുള്ള അനുവാദമില്ല. കാരണം ദേവാലയ മുറ്റത്ത് അങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ല എന്ന് ഒരു പ്രസ്താവന ഇറക്കിയ മന്ത്രിയാണ് ഇപ്പൊ ഇന്നലെ വന്നുകൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ലക്ഷ്യം റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് പള്ളിമുറ്റത്ത് സമരം ഇനി നടത്താൻ പറ്റില്ല എന്ന് വികാരിയച്ഛന്റെ നിർബന്ധം മൂലം തന്നെ ഞങ്ങൾ ഇപ്പുറത്തൊരു പറമ്പിൽ അന്ന് തന്നെ നിരാഹാര പന്തൽ ഒരുങ്ങുകയും മന്ത്രി വരുന്നതിന് തൊട്ടു മുൻപ് ഞങ്ങൾ മുദ്രാവാക്യം വിളിയോടുകൂടി തന്നെ ആ സമരപ്പന്തൽ വിട്ടിറങ്ങി. ആ സമരപ്പന്തൽ വിട്ടിറങ്ങിയതോടുകൂടി തന്നെ ഞങ്ങൾ ഇവിടെ സമരപ്പന്തലിൽ ഇരുന്ന് നിരാഹാരം അനുഷ്ഠിക്കുകയും 4 മണി വരെ നിരാഹാരം ഇരിക്കുകയും ചെയ്തു. തുടർച്ചയെന്നോണം ഇന്ന് അതിന്റെ രണ്ടാം ഘട്ട ഭൂസമരത്തിന്റെ 2ാം ദിനമാണെന്ന്. അതായത് ഭൂസംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം 415ാം ദിനം. ഞങ്ങൾ ഇനിയും നിരാഹാരത്തിൽ തന്നെയായിരിക്കും. ഇനി തൽക്കാലത്തേക്ക് മാത്രമാണ് അവിടെ റിലേ നിരാഹാരം സമരം നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇനി അവിടെ എന്ന് റിലേ നിരാഹാര സമരം പുനഃസ്ഥാപിക്കുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അവിടേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഈ നിമിഷം അവിടെ റിലേ നിരാഹാര സമരം തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ആ സമരത്തിലായിരിക്കും. വേറൊരു സമരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടൊരു സഹകരണം ഉണ്ടായിരുന്നു ഈ ഒരു മുന്നത്തെ ഭൂസംരക്ഷണ സമിതിയുടെ ചില ആളുകൾക്ക് എന്നുള്ള ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രചരണം ആദ്യ സമയങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഒരു യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണോ ഈ ഒരു സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നത്? ഇത് എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടുകെട്ട് തന്നെ ആയിരിക്കാം. പിന്നെ ഇലക്ഷനാണല്ലോ വന്നത്, ഇലക്ഷന്റെ ഒരു പ്രചാരണം കൂടി ആയിരിക്കാം. വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ആയിരിക്കാം അവരൊക്കെ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടും കൊണ്ട് വോട്ടിനുള്ള ഒരു അവസ്ഥ കൂടി ആയിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അവകാശവാദം. എന്നാലും മുനമ്പൻ ജനത ഇനി വിഡ്ഢികളല്ല. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിറങ്ങിയത് ഇങ്ങനെയാണ്: റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും ഞങ്ങളോടൊപ്പം ചേരാം. ആ സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? മന്ത്രി വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മന്ത്രി വന്നു ഇനി ഒരു പ്രശ്നം ഞങ്ങളായിട്ട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മന്ത്രി വരുന്നതിന് തൊട്ടു മുൻപാണ് ഞങ്ങൾ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? എത്ര ആളുകൾ നിങ്ങളൊപ്പം ഇറങ്ങി വന്നു ആ ഒരു സമരപ്പന്തലിൽ നിന്ന്? ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോ, ലൈവ് വീഡിയോ എല്ലാ ചാനലുകാരും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞങ്ങൾ ഇറങ്ങുന്ന ഒരു വീഡിയോ. ഞങ്ങളോടൊപ്പം ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇല്ലാത്ത വ്യക്തികളുടെ മനസ്സ് ഞങ്ങളോട് കൂടിയുണ്ട്. കാരണം പള്ളിമുറ്റത്ത് നിന്ന് ആ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങാൻ ഒരു വൈക്ലഭ്യം കുറെ പേർക്കുണ്ട്. ഉള്ളില് ഈ സമരം തുടരണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഉള്ളിൽ ഒരു വൈക്ലഭ്യം ഉണ്ട്. അച്ഛന്റെ മുൻപിൽ കൂടി ഈ സമരത്തിന്റെ എങ്ങനെ ഇറങ്ങിപ്പോരും ഞാൻ എന്നുള്ളൊരു വൈക്ലഭ്യം കൂടിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് നീതിക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. അപ്പൊ പള്ളിമുറ്റത്ത് നിന്നല്ല, എവിടെ നിന്ന് നമുക്ക് ചങ്കൂറ്റത്തോടെ ഇറങ്ങാം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇത് പ്രത്യാശയുടെ വർഷമാണ്, ജൂബിലി വർഷമാണിത്, പ്രത്യാശയുടെ വർഷം കൂടിയാണ്. ആ പ്രത്യാശയുടെ വർഷത്തിൽ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എന്തിനേയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു വ്യക്തിത്വം അയാൾക്കുണ്ടാവണം. ആ വ്യക്തിത്വം ചുമലിലേറ്റിക്കൊണ്ട് തന്നെയാണ്, നീതിക്കായി തീയാവാൻ വേണ്ടി തന്നെയാണ്.
റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നവരെ റിലേ നിരാഹാര സമരത്തിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു നിലപാട് എന്താണ്? ബി.ജെ.പിയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ ഇവിടെ ഈ സമരത്തിലുള്ള ഒരുപാട് ആൾക്കാരുന്ന് ബി.ജെ.പിയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരു സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ, നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വന്നിരുന്നു. എങ്ങനെയാണ് ബി.ജെ.പിയോടുള്ള ഈ ഒരു സമരത്തിന്റെ നിലപാടും ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞില്ലേ, ഇതിനോടനുബന്ധിച്ച് ബി.ജെ.പി ആണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് സമരത്തിന്. ഒരിക്കലുമല്ല, ഇതിനൊരു രാഷ്ട്രീയ മുഖമില്ല. ഈ രണ്ടാം ഘട്ട ഭൂസമരത്തിന് ഒരു രാഷ്ട്രീയ മുഖമില്ല. ഒരുപാട് പേര് ബി.ജെ.പിയിലേക്ക് ആയി. അതെന്താണെന്ന് വെച്ചാൽ തുടക്കം മുതലേ ഈ സമരപ്പന്തലില് കേന്ദ്രമന്ത്രി വരെയും ഇവിടെ കയറി ഇറങ്ങിയ ഒരു സമരപ്പന്തലാണ്. അച്ഛൻ തന്നെയാണ് ഒരു വഞ്ചിത പാലത്തിന്റെ അവിടെ നിന്ന് ന്യൂനപക്ഷ മോർച്ചയുടെ സമരം അച്ഛൻ തന്നെ പള്ളിയിൽ അനൗൺസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സമരത്തിൽ, അച്ഛൻ മുന്നിൽ നിന്നുകൊണ്ട് ആ സമരത്തിൽ ഞങ്ങൾ വന്നത്. അതിന്റെ ത്രില്ലിലായിരിക്കാം, അല്ലെങ്കിൽ ബി.ജെ.പിക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന്റെ ത്രില്ലിലായിരിക്കാം ഒരുപാട് പേര് ബി.ജെ.പിക്കാരായിരിക്കും. ഈ സമരവും ബി.ജെ.പിയുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇത് മുനമ്പം ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് നെഞ്ചിൽ തീയായി നടക്കുന്ന ജനതയുടെ ഒരു സമരമാണ്. ഇതിനൊരു രാഷ്ട്രീയ മുഖം ഇല്ല. എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും ഒരു നിലപാട് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഈ ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഇത് സമരമുഖത്തിന്റെ ജനതയാണ് മുനമ്പൻ ജനത. ഇവിടെ സ്വന്തം മണ്ണിന് വേണ്ടിയുള്ള സമരം, അപ്പുറത്തൊരു പാലത്തിന് വേണ്ടിയുള്ള സമരം. ആ സമരം എന്തുകൊണ്ടോ ഞങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വോട്ട് ചോദിക്കുന്നു എന്നവരോട് എനിക്ക് ഒറ്റ ചോദ്യം മാത്രം ചോദിക്കാനുള്ളൂ. മുനമ്പത്ത് എന്ത് വികസനമാണ് ഉണ്ടായത്? പള്ളിപ്പറം പഞ്ചായത്തിൽ 1/23 വാർഡിൽ എന്ത് വികസനമാണ് ഉണ്ടായത്? എന്തിനേറെ പറയുന്നു, സാധാരണക്കാരായി ഞങ്ങൾക്കൊരു ബസ് സർവീസ് പോലും ഇല്ലാത്ത എന്ത് നാടാണിത്? റേഷനൽ സൗജന്യം, മരുന്ന് സൗജന്യം, ഈ പ്രായമായ അമ്മമാർക്ക് ആയുർവേദത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 3 ദിവസം സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കും. ഇതെല്ലാം സൗജന്യമായി കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ആ അമ്മമാര് 250 രൂപ ഓട്ടോ കാശ് കൊടുത്ത് വേണം പോകാൻ വേണ്ടി. അപ്പൊ പള്ളിപ്പറം പഞ്ചായത്തിൽ ഈ കടപ്പുറത്ത് എന്ത് വികസനമാണ് ഉണ്ടായത്? വോട്ട് ചോദിച്ച് വരാനായിട്ട് ആർക്കാണ് ഇവിടെ നാണൂലെന്ന് ഞാൻ ചോദിക്കുള്ളൂ. ഇപ്പോഴത്തെ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് ഇതിന് മുന്നിൽ പൂർണ്ണമായിട്ടും മുട്ടുമടക്കും, അല്ലെങ്കിൽ സർക്കാർ മുട്ടുമടക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സർക്കാർ ജയിച്ച് മുനമ്പം തോറ്റെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ സമരം നിർത്താൻ എന്ന് ഭൂസമര സമിതി തയ്യാറായോ അതിന്റെ മുൻപിൽ, ഈ വഖഫ് ബോർഡിന്റെ മുൻപിൽ തന്നെ ഭൂസമര സമിതി മുട്ടുമടക്കേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ മാതാവ് അവിടെ ഉള്ളിടത്തോളം കാലം ഡിസംബർ 17 വരെയെങ്കിലും ഇവർക്ക് കാക്കാമായിരുന്നു. ഡിസംബർ 17-ാം തീയതി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നു തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ്. അത് ഉറപ്പായിട്ട് അങ്ങനെ ഒരു വിധി നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, അല്ലാതെ ഈ കോടതി വിധി വരുന്നത് വക്കീലുമാര് വാദിച്ചിട്ടാണല്ലോ. ഞങ്ങളുടെ വക്കീൽ കൃഷ്ണനുള്ളി വാദിച്ചതിന്റെ പേരിൽ മാത്രമാണ് 26-ാം തീയതി ഞങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ ഇനിയും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ന്യായമായ വിധി ഉണ്ടാകുന്ന തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്.